നമഃശിവായ. ഭദ്രാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭദ്രകാളി സഹസ്രനാമത്തിൻ്റെ ധ്യാനത്തിൽ 4-ാമത്തെ ഭാഗം വരുന്ന കാളീമേഘ സമപ്രഭ എന്ന് തുടങ്ങുന്ന ധ്യാനത്തിൻ്റെ പൂർണ്ണ വിശദീകരണമാണ് നമ്മളിന്നിവിടെ പറയുന്നത്. ഭഗവതിക്ക് കേരളീയമായി നിരവധി തന്ത്രാഗമ ധ്യാന ശ്ലോകങ്ങൾ ഉൾപ്പെടെ മലയാള ഭാഷാ ധ്യാന മന്ത്രങ്ങൾ വിവിധ ഭാവരൂപങ്ങളിലായി ഉണ്ട്. ആദിവിദ്യാകാളി എന്നതനുസരിച്ച് ദേവി ആദ്യ എന്നറിയപ്പെടുന്നു. കാലത്തിനരൂപമായ വിധി എന്ന നയാമിക ശക്തിത്വം ആദികാളിയിൽ പൂർണ്ണമായിരിക്കുന്നു. അഖിലമായ മന്ത്രതന്ത്രാഗമങ്ങളിലായിക്കൊണ്ട് കാളീപടലം, കാളീകൽപ്പം, സംഹിത, പുരാണം തുടങ്ങി ദേവീ ഭാഗവതം ഉൾപ്പെടെ ദേവിയെ നിരവധി രൂപഭാവങ്ങളിൽ ആരാധിക്കുന്നു. അതിൽ തന്നെ കേരളാചാരത്തിൽ ഏറ്റവും ഇതപ്രഥമമായും പ്രാധാനികവുമായി എല്ലായിടത്തും തന്നെ ഭദ്രകാളി സങ്കല്പത്തിലാണ് ദേവിയെ പൂജിക്കുന്നത്. ഭദ്രകാളിയിൽ തന്നെയുള്ള ഭാവാദികളിൽ കാളീമേഘ സമപ്രഭാം എന്ന് തുടങ്ങുന്ന ധ്യാനത്തിലാണ് വേതാള കണ്ഠസ്ഥിതയായി ഭഗവതിയെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ആരാധിക്കുന്നത്. മഹിഷാസുരനെ കൊന്നതുമായി ബന്ധപ്പെട്ട മഹിഷജിത്തായും രുരു എന്ന അസുരനെ വധിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രുചിജിത് വിധാനത്തിലും ദാരികാസുരവധത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ദാരികജിത്ത് ഉൾപ്പെടെ ഏകദേശം 28-ൽ പരം വിഭിന്ന ഭാവങ്ങളിൽ ഭഗവതിയെ ആരാധിക്കപ്പെടുന്നുണ്ട്. ചിലതെല്ലാം രഹസ്യമാകയാൽ അതൊന്നും തന്നെ പറയുന്നില്ല. കാളീമേഘ സമപ്രഭ എന്ന ധ്യാനത്തിൻ പ്രകാരം ദാരികൻ എന്ന അസുരനെ വധിച്ച കാളിയായാണ് സങ്കല്പം. വേതാളം, കാലനീതി, നയാമികത്വം, കാളരാത്രം, നിയതി, മഹാന്ധകാരം, മഹാശൂന്യം, വിധി, കൃത്തിക, കാലസംഘർഷം, മഹാപ്രളയം, സ്വച്ഛന്തം, പാതാളകലിക എന്നുള്ള നിരവധി കാലകൃത്യങ്ങൾക്ക് കാരണഭൂതയായ പരമേശ്വരിയുടെ പൂർണ്ണ അവതാര രൂപം എന്നത് മഹാകാളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം സാധക കോടികളാൽ ഭഗവതി ആരാധ്യയാകുന്നത്. ഉത്തരേന്ത്യയാവട്ടെ ദക്ഷിണേന്ത്യയാവട്ടെ കാളി ആരാധന സംബന്ധമായാണ് ദേവീ പൂജകളെയും കാണപ്പെടുന്നത്. കാലാന്തരത്തിൽ ദുർഗാപൂജയുമായി പരിവർത്തനങ്ങൾ നടക്കുകയുണ്ടായെങ്കിലും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ കാളി ആരാധന ശക്തിപ്പെടുകയുണ്ടായി. വേതാളാത്മികയാണ് ദേവി. മനുഷ്യ ശരീരത്തിൽ നിന്നും ജീവന്റെ അവസാന അംശവും നീങ്ങിയ ശേഷം ജഡം ആകുന്നതെന്തോ അത് പ്രേതമെന്ന് വിളിക്കപ്പെടുന്നു. പ്രേതത്തിൽ നിന്നും ഭിന്നമാകുന്ന ജീവന്റെ കാരണത്വത്തിന് ഹേതുവായ സുകൃതമോ ദുഷ്കൃതമോ ആവട്ടെ അത് ഭൂതവും അതിൻ്റെ തന്നെ അസാധാരണമായ കർമ്മിക ഫലങ്ങളിൽ നിന്നും പൈശാചികത്വവും ഉണ്ടാവുന്നു. ഈ ഭൂതപ്രേത പിശാചുക്കളുടെ അധിഷ്ഠാനമാകുന്നു വേതാളം. ശ്മശാനം ആത്യന്തികമായ ഒരു അവസാനമല്ലെങ്കിൽ പോലും ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തീകരിക്കപ്പെട്ട ഭസ്മാന്തമാകുന്ന ഇവിടം ജനന മരണ ശൃംഖലകളുടെ കൂട്ടത്തെ സ്വീകരിക്കുന്ന ഇടമാകുന്നതിനാൽ സത്വവിധ കിങ്കരാദികളുടെ നിരവധി സൂക്ഷ്മ ശക്തികളുടെയും ലോകവുമാണ്. അപ്രകാരമുള്ള സൂക്ഷ്മ ശക്തികളിലൊന്നാണ് പാതാളാധിപതി കൂടിയായ വേതാളം. ദേവിയുടെ തന്നെ മാതൃശക്തികളോടുകൂടി വേതാളകണ്ഠസ്ഥിതയായാണ് ഭഗവതി. ജന്മാന്തര കർമ്മഫലങ്ങളുടെ ഓരോ ബീജവും ഭക്ഷിക്കുന്ന വേതാളം ജനന മരണമാകുന്ന മായിക ലോകത്തിൻ്റെ വേരറുത്ത് നിത്യമായ ആധ്യാശക്തിയായ കാളിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രതീകമാണ് ദാരികാസുരവധത്തിനായിക്കൊണ്ട് ദാരികനിൽ നിന്നും ഇറ്റുവീഴുന്ന രക്തത്തിൽ നിന്നും അനേക ദാരികന്മാർ ഉണ്ടാവുന്നത് തടഞ്ഞുകൊണ്ട് ദാരുകരത്നപാനം ചെയ്യുന്നത്. ഇവിടെ ശ്മശാനം എന്നത് ജീവന്റെ തന്നെ ജനന മരണ കാരണമാകുന്ന കാലചക്രത്തിൻ്റെ നിയതിയെയാണ് സൂചിപ്പിക്കുന്നത്. ആയതിന് കാളി ആരാധനയ്ക്ക് ശ്മശാനത്തെ മണ്ഡലമായി സ്വീകരിക്കാറുണ്ട്. എന്നാൽ അത്തരം സാധനകളിലേക്ക് അപൂർവമായി മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ.
കാരണം പ്രകൃത്യ ഒരു വിഷയത്തെ തന്നെ ആന്തരികമായും ബാഹ്യമായും ത്വരിതപ്പെടുത്തുമ്പോൾ അത് അവനവന് തന്നെ അനുരൂപമെന്നോ അനുയോജ്യമെന്നോ എന്നൊക്കെ നിജപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാം എല്ലാവർക്കും ഒരുപോലെ യോജിക്കില്ല. മറ്റു കുലങ്ങളിൽ നിന്നും കാളീകുലത്തിൻ്റെ അപ്രമാദിത്യം എന്നത് കുറെ കൂടി ആന്തരികമായ വിശാലതയിലേക്ക് അത് സാധകനെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നതാണ്. ദേവീ ആരാധന പല ഭാവങ്ങളിൽ നമുക്ക് അനുവർത്തിക്കാം. വീരാരാധന, യോഗാരാധന, സിദ്ധാരാധന, സംഖ്യാഭക്തി, മാതൃഭക്തി, ഭക്തി തുടങ്ങി ഏതു വിധത്തിലാണോ നമുക്ക് ശക്തിയുടെ സാമീപ്യം അനുഭവിക്കാൻ കഴിയുന്നത് അങ്ങനെ. എല്ലാ മാർഗവും നല്ലത് തന്നെ. ഭക്തിയുടെ കൈവല്യം എന്നതിനേക്കാൾ സുഗമമായി മറ്റൊരു മാർഗമില്ല എന്നാണ് സുകൃതികൾ പറയുന്നത്. എത്ര മന്ത്രം പഠിച്ചാലും മന്ത്രതന്ത്ര പരംഗതനായാലും പണ്ഡിതനായാലും അറിവിൻ്റെ പരകോടിയിൽ മഹാസാമ്രാജ്യം നേടിയാലും മഹാമായ പ്രകൃതിയുടെ കൈവല്യത്തിന് ഭഗവതിയുടെ ചരണാരവിന്ദങ്ങളിൽ ഉള്ളഴിഞ്ഞ് സർവാംഗേ സമർപ്പണത്തോടുകൂടി ഭക്തി തന്നെയാണ് മുഖ്യം. ഒരുപാട് പണം സമർപ്പിച്ചുകൊണ്ട് യാഗങ്ങൾ നടത്തിയാലും യജ്ഞങ്ങൾ നടത്തിയാലും മന്ത്രതന്ത്ര പൂജകൾ നടത്തിയാലും ആദ്യാശക്തി അനുഗ്രഹിക്കണമെന്നില്ല. എല്ലാ യാഗങ്ങളും പൂജകളും നല്ലതു തന്നെ. എന്നാൽ അഷ്ടരാഗപാശങ്ങൾ നിവർത്തിക്കപ്പെട്ട് ഉള്ളിലെ അഹന്ത മാറി ഒരണുകണക്കെ ഭഗവതിയിൽ നിർമ്മലമായ സമർപ്പണമുണ്ടെങ്കിൽ ചിതഗ്നികുണ്ഡ സംഭൂതയായ ഭഗവതിയുടെ പാതാരവിന്ദങ്ങളിൽ കൈവല്യമുണ്ടാവുന്നതാണ്. ഈ കൈവല്യത്തിന് വേണ്ടിയാണ് എല്ലാ കർമ്മങ്ങളും. എന്നിട്ടോ പലപ്പോഴും അത് കർമ്മങ്ങളാൽ സാധ്യമല്ലാതെ പോകുകയും ചെയ്യുന്നതിൻ്റെ കാരണം അചഞ്ചലമായ സമർപ്പണമില്ലായ്മയാണ്. ഭക്തി എല്ലാവർക്കും ഉണ്ടാവാം, എന്നാൽ തൃപ്തി അഥവാ മതി ഉണ്ടാവുക എന്നത് എളുപ്പമല്ല. ആയതിന് നിർമ്മലമായ ചിത്തത്തോടുകൂടി ഭഗവതിയെ സമാശ്രയിക്കുക എന്നതാണ് ഏക വഴി. പ്രകൃത്യ കാരണ സാരാംശഭൂതയായ സ്വയംഭൂത ശരീരിണിയായ ആദ്യാശക്തിയുടെ മുൻപിൽ ഒന്നും മറച്ചുവെക്കാൻ ആർക്കും കഴിയില്ല. ധർമ്മത്തോടുകൂടി അവളിൽ നിരന്തരമായ ഭക്തി ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദികേശ്വര പ്രണാമം. ഭഗവാൻ ശൂലപാണി.